നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമിത പലിശയ്ക്ക് പണം നൽകിയ കയ്പമംഗലം സ്വദേശിയെ പോലീസ് പിടികൂടി. വെർച്വൽ അറസ്റ്റിലൂടെ 12 ലക്ഷം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടികയറി. വാർത്തകൾ വിശദമായി. അമിത പലിശയ്ക്ക് പണം വായ്പയായി നൽകിയ കേസിൽ കയ്പമംഗലം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് കാരയിൽ വീട്ടിൽ സുമൻ ആണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിവിധ വ്യക്തികൾ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കുകൾ കണ്ടെടുത്തു. കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു, സബ് ഇൻസ്പെക്ടർ ടി അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിയ, പ്രജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ വെർച്വൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് മണ്ണാർക്കാട് ചക്കരക്കുളമ്പ് സ്വദേശി തോട്ടാശ്ശേരി വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പന്നിയങ്കരയിൽ നിന്ന് പിടികൂടിയത്. ശ്രീനാരായണപുരം സ്വദേശിയെ വീഡിയോ കോളിൽ വന്ന് ഭീഷണിപ്പെടുത്തി 12,25,000 രൂപ തട്ടിയെടുക്കുകയും തട്ടിപ്പ് പണത്തിൽ നിന്ന് 1 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി ATM മുഖേന പിൻവലിച്ച് പ്രധാന പ്രതിക്ക് നൽകി തട്ടിപ്പ് സംഘത്തിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI അശ്വിൻ റോയ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ഹരിശങ്കർ പ്രസാദ്, മാള പോലീസ് സ്റ്റേഷൻ SCPO അഭിലാഷ്, ASI വഹാബ്, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗം GS CPO സോണി PX, മതിലകം GS CPOമാരായ ജമാൽ, ഷനിൽ, CPO റിസ്വാൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി തൃപ്പയാർ സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അമൽ, PH മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രക്രിയയ്ക്കകത്ത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലേക്ക് വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം പശ്ചാത്തലമുള്ള തെമ്മാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രസ്ഥാനത്തെ, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മലീവസമാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആരോപണങ്ങൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നിരവധി സഹോദരിമാർ ഈ മണിക്കൂറുകൾക്കകം ഇതാ വാർത്തകളായി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആരോപണങ്ങളും. JCI തൃപ്പയാറിന്റെ ഗ്രാമവികസന പ്രൊജക്ടിന് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് എൻ്റെ ഗ്രാമം പദ്ധതി ആരംഭിക്കുന്നത്. നാട്ടിക പഞ്ചായത്തിന്റെ 86 റോഡുകൾക്ക് റിഫ്ലക്റ്റീവ് ദിശാ ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി. JCIയുടെ ദേശീയ പ്രസിഡന്റ് അൻകുർജുൻ ജുൻവാല പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. This board which has been installed by JCI Tripurayar at the Natika Panchayat. And the best part is, there are many organizations who, when they will install one board, they will celebrate it like they have done something great. But, people passing on this road, they may see a board, they may forget. What JCI Tripurayar has done is they have installed 86 such boards, which means that every corner, every turn, people will see this board. And when they see it again and again and again, there is no way that they will forget that JCI, is an organization which is doing activities here. JCI തൃപ്പയാർ പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ അധ്യക്ഷയായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, സോൺ പ്രസിഡന്റ് ജെജോ ജോൺസൺ, JCI മുൻ അന്താരാഷ്ട്ര പ്രസിഡന്റ് ഷൈൻ T ഭാസ്കരൻ, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, വൈസ് പ്രസിഡന്റ് ഐശ്വര്യ ബോസ്, JCI തൃപ്പയാർ സെക്രട്ടറി അഭിഷേക് പ്രദീപ്, PK ഹരി എന്നിവർ സംസാരിച്ചു. റോഡുകളിലൊക്കെ ഒരു CCTV കൂടി ആവശ്യമാണ്. ഇതിനും കൂടി ഒരു പദ്ധതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സംഘടന എൻ്റെ പേരിൽ ഉണ്ടാവുകയായിരുന്നെങ്കിൽ അത് നമുക്ക് ഗുണകരമായി മാറും. കാരണം നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് സാമൂഹ്യ ദ്രോഹികളും കൂടും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ തുറന്ന് പറയണത്
അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിൻ്റെയും കൂടി ഒരു ഹെൽപ്പ് ഉണ്ടാകണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത JCയുടെ എല്ലാ പ്രവർത്തകരും അകമഴിഞ്ഞ സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തും. പീഡനക്കേസിൽ ആരോപണ വിധേയനായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് K. സച്ചിൻ അധ്യക്ഷത വഹിച്ചു. PS മിഥുൻ, അജീഷ് അജയൻ, SFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM മേഘന എന്നിവർ സംസാരിച്ചു. ഇടവേള. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ അനധികൃത വോട്ട് ചേർത്തലും വെട്ടിനീക്കലും നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചേർത്തുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കി, അവിടെ പാർട്ടി നോക്കി, വിളിക്കുന്ന മുദ്രാവാക്യം നോക്കി, പിടിക്കുന്ന കൊടി നോക്കി, വോട്ട് ചെയ്യുന്ന ചിഹ്നം നോക്കി ചേരിതിരിവുണ്ടാക്കി, തരംതിരിവുണ്ടാക്കി, വേർതിരിവുണ്ടാക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്ന, പൗരന്റെ സ്വാതന്ത്ര്യത്തെ അടച്ച് ആക്ഷേപിക്കുന്ന കടുത്ത നടപടിയാണ് ഈ എടത്തിരുത്തി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കിയത് 18 വയസ്സ് 2025 ജനുവരി 1 പൂർത്തിയാക്കിയ ആൾ ഓൺലൈനില് അപേക്ഷ കൊടുത്ത് ഹിയറിംഗിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ പരിശോധിച്ച് അവന്റെ പാർട്ടി നോക്കി, ഫോട്ടോ കൊണ്ടുവന്നാൽ, റേഷൻ കാർഡ് കൊണ്ടുവന്നാൽ, ആധാർ കാർഡ് കൊണ്ടുവന്നാൽ, വയസ്സ് തെളിയിക്കാൻ SSLC സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ അതെല്ലാം അപ്പാടെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന സമീപനം എടത്തിരുത്തി പഞ്ചായത്തിലെ ജീവനക്കാർ, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുകയാണ്. കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, നേതാക്കളായ TK പ്രകാശൻ, MU ഉമറുൽ ഫാറൂഖ്, ഡേവിസ് മാളിയേക്കൽ, സലീം പോക്കാക്കില്ലത്ത്, TA നാസിമുദ്ദീൻ, TA മുഹമ്മദ് സഗീർ, AK ജമാൽ, മോഹനൻ കാട്ടിക്കുളം, സഫർ അലി ഖാൻ, KA അഫ്സൽ, ഷഹന കാട്ടുപറമ്പിൽ, CD ലിറ്റി, ലൈല മജീദ്, ഷജിൽ ചന്ദ്രാപിന്നി തുടങ്ങിയവർ സംസാരിച്ചു. വടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വിശേഷൽ പൂജകളോടുകൂടിയ കലശാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാര്യമാത്ര വിജയൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിനായക ചതുർത്ഥി ആഘോഷങ്ങളോടൊപ്പം നടത്തുന്ന താന്ത്രിക ക്രിയകളോടുകൂടിയ ഉത്സവ ചടങ്ങുകളിൽ പള്ളിവേട്ട, എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, പ്രഭാതപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവ നടത്തും. വൈകിട്ട് ദീപാരാധന, വിശേഷാൽ ഗണപതി പൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി, തുടർന്ന് ചിറയത്ത് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പള്ളിവേട്ട, എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കും. വിനായക ചതുർത്ഥി ദിവസമായ ആഗസ്റ്റ് 27 രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആറാട്ടെഴുന്നള്ളിപ്പ്, തുടർന്ന് ക്ഷേത്രകുളത്തിൽ തിരു ആറാട്ടും നടത്തും. ഉച്ചയ്ക്ക് മഹാപ്രസാദ ഊട്ട് നടക്കും. വൈകിട്ട് 5-ന് വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രകൾ ഗണേശ ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച് മഹാഘോഷയാത്രയായി വടനപ്പള്ളി അമൃതതീരത്ത് വിനായക ചതുർത്ഥി ആഘോഷവും മഹാനിമഞ്ജനവും നടത്തും. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ഷിനോജ്, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പഴങ്ങാപ്പറമ്പ് ദിവാകരൻ തന്ത്രികൾ, സെക്രട്ടറി ലോഹിതാക്ഷൻ ഞാറ്റുവെട്ടി, ട്രഷറർ സുനിൽകുമാർ പണിക്കെട്ടി, സമാജം പ്രസിഡന്റ് രാജൻ ചാണാശ്ശേരി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രദീപ് പണ്ടാരൻ, സെക്രട്ടറി മാല ജഗദീഷ്, വിനായക ചതുർത്ഥി ആഘോഷ കമ്മിറ്റി കൺവീനർ CP സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
മാസത്തെ ക്ഷേമ പെൻഷൻ ഓണസമ്മാനം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ആഗസ്റ്റിലെ പെൻഷന് പുറമെ 1 ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 48.42 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. വടനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ജാബറിന്റെ ഓട്ടോറിക്ഷ 6 മാസം സർവീസ് നടത്തുന്നത് മഞ്ജു ചികിത്സാ സഹായത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിലേക്ക്. വടനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ 4 പെൺമക്കളിൽ മൂത്ത മകൾ 27 വയസ്സുള്ള മഞ്ജു 2 കിഡ്നികളും തകരാറിലായി കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുകയാണ്. കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവയ്ക്കുന്നത്. എന്നാൽ 2 പേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഏകദേശം 25 ലക്ഷം രൂപ ചിലവ് വരും. ഇതിലേക്കാണ് ജീവിത കഷ്ടപ്പാടുകൾക്കിടയിലും ജാബർ തന്റെ 6 മാസത്തെ മടക്കയാത്രാ വരുമാനം മുഴുവൻ ചികിത്സാ ചെലവിലേക്ക് നൽകുന്നത്. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തുന്നതിന് ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുഞ്ഞുമോന്റെ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. തുടർന്നും സുമനസുകളുടെ സഹായം ആവശ്യമാണ്. വടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പാൾ PM കണ്ണൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ VM ഹനീഫ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RA ഷെരീഫ്, സബീന റാഫി, അധ്യാപകരായ റീന, സ്മിത, ബിന്ദു, സഹചാരി സെന്റർ പ്രവർത്തകനായ പ്രതാപൻ വാലത്ത് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥിയായ മഞ്ജു എന്ന കുട്ടിക്ക് കിഡ്നി സംബന്ധമായ അസുഖം മുഖാന്തരം കിഡ്നി ഒരെണ്ണം മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രവർത്തനത്തിലേക്ക്, അതിൻ്റെ സഹായ കമ്മിറ്റിയിലേക്ക് തൃത്തല്ലൂർ ഓടുന്ന ജാബിർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഓട്ടോ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിൽ കിട്ടുന്ന തുക 6 മാസത്തേക്ക് കിട്ടുന്ന തുക മുഴുവനും ഇതിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സൽപ്രവൃത്തിക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. അത് നല്ലൊരു വിജയമായിട്ട് മാറട്ടെ. അതേപോലെ തന്നെ മഞ്ജു എത്രയും വേഗത്തിൽ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലിവർ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കാരമുക്ക സ്വദേശി ജിതേഷിന്റെ ചികിത്സാ സഹായ സമിതി പൊതുയോഗം ചേർന്നു. യോഗത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സഹായ സമിതി ചെയർപേഴ്സണും മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജിതേഷ് ചികിത്സാ സഹായ സമിതിയുടെ ജോയിന്റ് അക്കൗണ്ടും ജിതേഷിന്റെ പേരിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ടിലും കൂടി 33 ലക്ഷം രൂപ ചികിത്സാ സഹായ സമിതിയിലൂടെ ലഭിക്കുകയുണ്ടായി. ചികിത്സയ്ക്ക് ശേഷം ബാക്കി വന്ന തുകയായി 16,000 രൂപയുടെ ചെക്ക് ജിതേഷിന് കൈമാറി. തുടർന്ന് ചികിത്സാ സഹായ സമിതി പിരിച്ചുവിടുകയും ചെയ്തു. കൺവീനർ ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ട്രഷറർ ഷാജി കുറുപ്പത്ത്, IT സെൽ കൺവീനർ ജോസഫ് പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമിത പലിശയ്ക്ക് പണം നൽകിയ കയ്പമംഗലം സ്വദേശിയെ പോലീസ് പിടികൂടി. വെർച്വൽ അറസ്റ്റിലൂടെ 12 ലക്ഷം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടികയറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.